മാറ്റണ്ടോ? ഇപ്പോഴും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഇങ്ങനത്തെ ഒരു സംഗതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മനസ്സിലായില്ലേ? മനുഷ്യന്റെ മനസ്സിനെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ജാലവിദ്യയും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മനസ്സംഘർഷം കുറക്കാൻ, മനഃശാന്തി നേടാൻ നിങ്ങൾ അള്ളാഹുവിൽ ദിക്ർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിധിവിശ്വാസം നമുക്ക് നൽകുന്ന മനസ്സമാധാനം, ഇതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതിന് ഖുർആൻ ഓതണം, കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ അത് ചൊല്ലണം. അല്ലെ? നിസ്കാരത്തിൽ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അല്ലാതെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ NLP ടെക്നിക്, എല്ലാത്തിനും NLP ടെക്നിക്കാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ അൽ ഇസ്ലാഹ് മാസികയിൽ ഞങ്ങൾ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് കപടശാസ്ത്രമാണ് സുഹൃത്തുക്കളെ, NLP ശാസ്ത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാകണം. മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, കൈകാര്യം ചെയ്യാവുന്ന ഒരു വിജ്ഞാനവും അള്ളാഹും റസൂലും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. NLPയിൽ തെറപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത്? താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്റെ ക്ലയന്റിന്റെ മാനസിക വ്യാപാരങ്ങളിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസത്തിലും NLPയും ഉപബോധ മനസ്സായി അഭിനയിക്കുന്നത് ശൈത്താനാണ്. നിർദ്ദേശം സ്വീകരിക്കുന്നതും പ്രതികരിക്കുന്നതും നിങ്ങളുടെ കൂടെയുള്ള കരീനാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ കരീനെ ഉപയോഗിക്കണമെങ്കിൽ സാഹിറുകളെ പോലെ ശൈത്താനുമായി ബന്ധം സ്ഥാപിക്കണം. അതുകൊണ്ട് NLP തെറപ്പിസ്റ്റും ഹിപ്നോട്ടിസ്റ്റും ശരിയായ പിശാച് പൂജകന്മാരാണ്. അവരടുത്ത് പോകുന്നത് സാഹിറിന്റെ അടുത്ത് പോകുന്നത് പോലെയാണ്. അവരടുത്ത് പോയി അവർ പറയുന്നത് വിശ്വസിച്ചാൽ അവർ കാഫിറായി പോകും. ഇതൊന്നും പഠിപ്പിക്കാതെ